14ാമത്തെ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം ആരംഭിച്ചതിന് ശേഷം തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് പുറപ്പെട്ടിപ്പോൾ 14ാമത്തെ ജില്ലയായ കാസർഗോഡ് എത്തി നിൽക്കുകയാണ്. പൊതുവെ കാസർഗോഡുകാർക്ക് തന്നെ ഒരു പരാതിയുണ്ട്. ഇത്തരം വിശകലനങ്ങളും ചർച്ചകളും ആലോചനകളും ഒന്നും കാസർഗോട്ടേക്ക് എത്താറില്ല എന്ന്, അതിനു മുമ്പ് ഇത് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ നമ്മളങ്ങനെയല്ല. എന്തായാലും കാസർഗോഡിൻ്റെ മണ്ണിലും തൊട്ട് തന്നെ ഈ ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. ഈ ചർച്ച ഇന്നിപ്പോൾ കാസർഗോഡിൻ്റെ മണ്ണിൽ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്തെല്ലാമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം കാസർഗോഡ് ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്കിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ യഥാക്രമം സാജിദ് മൗവൽ, വി കെ രാജൻ, എ വേലായുധൻ എന്നിവരാണ് UDF-നെയും LDF-നെയും NDA-യെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത്. ആദ്യം വി കെ രാജനിലേക്ക് പോകുന്നു. ശ്രീ രാജൻ, ഇതിവിടെ പതിവായി നമ്മൾ നോക്കിയാൽ 2 മണ്ഡലങ്ങളിൽ UDF ജയിക്കും, മുസ്ലിം ലീഗ്. ബാക്കി 3 മണ്ഡലങ്ങളിൽ LDF ജയിക്കും. ഇതൊരു പതിവായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ? എന്തുകൊണ്ട് ഇത്തവണ ഇടതുമുന്നണി ഈ ജില്ലയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ജയിക്കണം? കാസർഗോഡ് ജില്ലയുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പതിവായി LDF ജയിക്കുന്ന 3 മണ്ഡലങ്ങൾ മാത്രമല്ല, മഞ്ചേശ്വരം മണ്ഡലം ഉൾപ്പെടെ 2006 ഒരു ചരിത്ര വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ള അനുഭവം കൂടി നമ്മുടെ ജില്ലയിലുണ്ട്. കാസർഗോഡ് ഒഴികെ ബാക്കി 4 മണ്ഡലങ്ങളിലും LDF മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവം കാസർഗോഡ് ജില്ലയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ 3ാം സ്ഥാനത്ത് പലപ്പോഴും പോകുന്ന കാസർഗോഡ് നിയമസഭാ മണ്ഡലം, ആ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു അട്ടിമറി വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കിടയിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാം തന്നെ ഈ ജില്ലയിലെ ജനങ്ങൾ അംഗീകരിക്കും. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജില്ലയിൽ നല്ല മുന്നേറ്റം LDF-നുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് വിഷയമാണ് നിങ്ങൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്? ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ വിഷയങ്ങൾ, മറ്റ് ആരോപണങ്ങൾ, ഇതിലേതിനാണ് മാർക്ക് കിട്ടുക? ഞങ്ങൾ പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് ഗവൺമെൻറ് എന്നുള്ള നിലയിലല്ല, ഒരു മുന്നണി എന്നുള്ള നിലയിലാണ് പ്രകടന പത്രികയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 600 കാര്യങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കോവിഡ് വന്നു, മഹാമാരി വന്നു, പ്രകൃതി ദുരന്തങ്ങൾ വന്നു, ഒരുപാട് നമ്മുടെ ലോകത്തിനകത്ത് വന്നിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. ആ ജനതയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഒരു തുടർ ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലഭിച്ചത്. ഒരു സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായി മാറുമ്പോഴാണ് ജനങ്ങൾ LDF-ന് അനുകൂലമായിട്ട് മാറുന്നത്. അത് ഞങ്ങൾക്ക് ശ്രീ വേലായുധൻ, ഇതിൽ സാധാരണ കപ്പിനും ചുണ്ടിനും ഇടയിൽ പതിവായി നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടാറാണ് പതിവ്. മഞ്ചേശ്വരത്തും കാസർഗോഡും നോക്കിയാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ ജയിക്കണം? 1989 കാലഘട്ടം മുതൽ BJPക്ക് 1000 വോട്ടിൽ താഴെയുള്ള മാർജിനിലാണ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2016 വെറും 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നഷ്ടപ്പെട്ടത്. 2021 അത് 700 വോട്ടിൽ താഴെയായിരുന്നു. അതിന് കാരണം യഥാർത്ഥ ജനാധിപത്യമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, LDF-ൻ്റെ പ്രതിനിധി നാമമാത്രമായൊരു മത്സരമാണ് കാഴ്ചവെക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, LDF-ൻ്റെ പ്രത്യേകിച്ചും CPM-ൻ്റെ അണികൾ, താഴെത്തട്ടുള്ള അണികൾ വരെ ഇങ്ങനൊരു സ്ഥാനാർത്ഥി വേണ്ട എന്ന് ഒരുപാട് തവണ പ്രതിഷേധിച്ചിട്ടും കേവലം നാമമാത്രമായ മത്സരമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടക്കുന്നത്. അതിവിടെ മാത്രമല്ല, മഞ്ചേശ്വരത്ത് മാത്രമല്ല, കാസർഗോഡ് നോക്കിയാലും കാഞ്ഞങ്ങാട് നോക്കിയാലും LDF-ഉം UDF-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം LDF-ഉം UDF-ഉം രണ്ടല്ല,
ഒന്നാണ്, ഇന്ത്യ മുന്നണിയാണ്. കേവലം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ തലമുറ, ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുന്നത് ജൻസിയാണ്. പുതിയ തലമുറയ്ക്ക് ഈ കാപട്യം, ഈ രാഷ്ട്രീയ നാടകം, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മഞ്ചേശ്വരവും മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയുടെ കാര്യം പറയുമ്പോൾ എന്തു തന്നെയായാലും യാതൊരു സംശയമില്ല, വലിയ മാറ്റം വരും. കാസർഗോഡും മഞ്ചേശ്വരവും BJP ഈ പ്രാവശ്യം ജയിക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. അതിലേറെ അത്ഭുതങ്ങളാണ് കാണാൻ പോകുന്നത്. ഞാനിവിടെ തീർന്നില്ല. ഇപ്പോൾ 2016 കാര്യം നമ്മൾ 89 വോട്ടിന് കെ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ ഗൾഫിലുള്ളവർ ഇവിടെ വോട്ട് ചെയ്തതായി രേഖപ്പെടുത്തുകയാണ്. കള്ള വോട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള LDFൻ്റെ വിജയത്തിലെ പ്രധാന ഘടകം കള്ള വോട്ടാണ്. ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. കോടതിയിൽ ഞങ്ങൾ പോയി. 89 വോട്ടിൻ്റെ നഷ്ടത്തിലാണ് ഞങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും 269 വോട്ടുകൾ ഞങ്ങൾ ഗൾഫിലുള്ളവർ കേരളത്തിലേക്ക് വന്നിട്ടില്ല, അവരുടെ വോട്ട് ചെയ്തു എന്ന് ഞങ്ങൾ തെളിയിച്ചു. നിർഭാഗ്യവശാൽ അതിനകത്തെ വിജയിയായി പ്രഖ്യാപിച്ചിരുന്ന റസാഖ് ശ്രീമാൻ അബ്ദുൾ അദ്ദേഹം രോഗാതുരനായി, അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് സുരേന്ദ്രനെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം SIRൽ കൂടി ഒരുപാട് കള്ള വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു. മരിച്ചവരൊന്നും ഈ പ്രാവശ്യം എഴുന്നേറ്റ് വരുന്ന വോട്ട് ചെയ്യില്ല. യഥാർത്ഥ വോട്ടർമാർ മാത്രമേ വോട്ട് ചെയ്യൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം യഥാർത്ഥ CPMകാർ CPMന് വോട്ട് ചെയ്താൽ, UDFകാർ UDFന് വോട്ട് ചെയ്താൽ BJP ജയിക്കും. അത് മഞ്ചേശ്വരത്തും കാസർഗോഡ് മാത്രമല്ല, ഒരുപാട്. സാജിദ്, ഒരു 3 മിനിറ്റാണ് സമയം. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF കാസർഗോട്ടെ മണ്ഡലങ്ങളിൽ വിജയിക്കേണ്ടത്? കാസർഗോഡിൻ്റെ പൊതു വിഷയം എന്താണ്? ഇപ്പോൾ ഇവർ വികസനമടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ആരോപണങ്ങൾ അത് കൗതുകകരമാണ്, പ്രതിപക്ഷത്തിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വിശദീകരിക്കുക? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 5 സീറ്റിലും മിന്നുന്ന വിജയം നേടാൻ പോവുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഏതർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിയാലും കാസർഗോഡ് എന്ന് പറയുന്ന ഈ ജില്ലയിലെ വികസന സാധ്യതകളെ ഏറ്റവും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ളതും അത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അടയാളപ്പെട്ട വികസന സാധ്യതകൾ, വികസന സ്തംഭങ്ങൾ, ആ സ്തംഭങ്ങൾ ഓരോന്ന് പരിശോധിച്ചാൽ കേന്ദ്ര സർവകലാശാലയായാലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ സ്ഥാപനമായാലും അതുപോലെ BRDC സംവിധാനമായാലും ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാൽ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളും വ്യവസായ സംരംഭങ്ങളും അതൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. മാത്രമല്ല കാസർഗോഡിന് വേണ്ടി മാത്രം കാസർഗോഡിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് മറ്റ് ജില്ലകളോടൊപ്പം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഭാകരൻ കമ്മീഷനെ രൂപീകരിച്ചതും ആ പ്രഭാകരൻ കമ്മീഷനിലൂടെ ഈ ജില്ലയ്ക്ക് 12,000-ഓളം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള തുക ആവശ്യമാണെന്നുള്ള റിപ്പോർട്ട് കൊടുക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടതും അതുപോലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആതുര രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനം ഈ ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ളത് ഈ നാട്ടിലെ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയപരമായ മറ്റു കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയും അതുപോലെ വികസനപരമായി ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഈ ജില്ലയ്ക്ക് ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി 5 മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും. ശ്രാജൻ, സ്വന്തമായി അടയാളപ്പെടുത്താനുള്ള പദ്ധതികളൊന്നുമില്ല, പകരം ഇതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്തുള്ളതാണ്. ചില പദ്ധതികൾ നിങ്ങൾ പൂർത്തീകരിച്ചു എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യില്ല. ഇത്തവണ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഇവിടെ മേൽക്കൈ. അത് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് 4-ാം തീയതി വരുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് യഥാർത്ഥ ജില്ലയുടെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാസർഗോഡ് ജില്ല
യഥാർത്ഥത്തിൽ വികസന രംഗത്ത് മാറ്റമുണ്ടായത് ഈ 10 വർഷത്തിനകമാണ് എന്നുള്ളത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ മെക്കാടം റോഡ് എന്ന് പറയുന്ന റോഡ് ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ ഉണ്ടായത് ഒരു KSTP റോഡിലൂടെ മാത്രമാണ്. നമ്മുടെ ജില്ലയിൽ മെക്കാടം റോഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല കാസർഗോഡ് ജില്ലയിൽ. ഇവിടെ UDFൻ്റെ MLA-മാരുള്ള മണ്ഡലം, അതോടൊപ്പം തന്നെ 2 മണ്ഡലമാണ് UDFൻ്റെ MLA-മാരുള്ള മണ്ഡലം, അതോടൊപ്പം തന്നെ LDFന് MLA-മാരുള്ള 3 മണ്ഡലം. ഈ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങൾ നിങ്ങൾ നോക്കൂ. LDFൻ്റെ 3 മണ്ഡലവും UDFൻ്റെ 2 മണ്ഡലവും. ഈ 5 മണ്ഡലത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഈ 10 കൊല്ലക്കാലം കൊണ്ടാണ്. ഞാൻ ഓരോന്നിൻ്റെയും കണക്ക് വെച്ച് പറയാം. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ എതിർത്ത UDFൻ്റെ നേതൃത്വം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി നിർത്തലാക്കുമെന്ന് പറഞ്ഞ നേതൃത്വം, അതിന് നേതൃത്വം കൊടുത്ത MLA-മാരെല്ലാം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജില്ലയിലെ എല്ലാ MLA-മാരുടെയും വികസന പ്രവർത്തനങ്ങൾ ജില്ലക്കകത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്. കണക്കുകളും രേഖകളും വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിയും. ബഹുമാന്യനായ ശ്രീ എന്നെ നെല്ലിക്കുന്ന് നേതൃത്വം വഹിക്കുന്ന കാസർഗോഡ് മണ്ഡലം, അതോടൊപ്പം തന്നെ ശ്രീ AK അഷ്റഫ് നേതൃത്വം കൊടുക്കുന്ന മഞ്ചേശ്വരം മണ്ഡലം, LDFൻ്റെ മണ്ഡലം 3 മണ്ഡലം പുറമെ ഈ മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മേജർ റോഡുകളും നിങ്ങൾ നോക്കൂ. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 കൊല്ലക്കാലം കൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഏറ്റവും മികച്ച ഗതാഗത സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പാലങ്ങൾ, റോഡുകൾ, ഫ്ലൈ ഓവറുകൾ, അതോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ. എന്തിനേറെ പറയുന്നു, പഴയ ചെർക്കളം സ്കൂളാണോ ഇന്നത്തെ ചെർക്കളവ് സ്കൂൾ? എന്തായിരുന്നു പഴയ ചെർക്കളവ് സ്കൂളിൻ്റെ അനുഭവം? ഞാൻ വിദ്യാർത്ഥി രംഗത്ത് SFIയുടെ ജില്ലാ സെക്രട്ടറിയാക്കി പ്രവർത്തിച്ച് എത്രയോ ദീർഘകാലം അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളാണ്. ആ സ്കൂളിൻ്റെ ഇന്നത്തെ വികസന നേട്ടം എന്താണ്? ഈ മഞ്ചേശ്വരത്തുള്ള എല്ലാ സ്കൂളുകളെയും നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. ഈ മണ്ഡലത്തിനകത്ത് ഏത് മുക്കിലും മൂലയിലും പോയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം എന്താണ്? ഇപ്പോൾ ഇവിടെ പറഞ്ഞു മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു. തറക്കല്ലിട്ട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ മെഡിക്കൽ കോളേജ് ആവില്ലല്ലോ. ഈ 10 കൊല്ലക്കാലം കൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ആ മെഡിക്കൽ കോളേജ് ഒരു കോളേജായി മാറിയിട്ടുള്ളത്. പോസ്റ്റുകൾ അനുവദിച്ചു, ഡോക്ടർമാരെ അനുവദിച്ചു, കെട്ടിടമുണ്ടാക്കി. ഇതെല്ലാം പണിതത് ഈ കാലഘട്ടത്തിലാണ്. ഇതെല്ലാവർക്കും നോക്കിക്കാണാൻ കഴിയുന്ന കാര്യമാണ്. രണ്ടുപേരും പറഞ്ഞു മൈക്ക് എടുത്തു വെച്ചു. ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ LDFൻ്റെ പ്രതിനിധി പറഞ്ഞതാണ്, അവിടെയാണ് യഥാർത്ഥ പോയിന്റ്. അതായത് ഈ 10 വർഷമാണ് വികസനം എന്നത് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. 1954 കേരളം രൂപീകരിച്ച 10 വർഷത്തെ വികസനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അതിൽ ഞാൻ ഊന്നി നിൽക്കുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ 10 വർഷമാണ് ഭാരതത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അതിൻ്റെ 20% മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഭാരതത്തിലുടനീളം വികസനം എന്തെന്ന് കാട്ടിക്കൊടുക്കുന്നത് നരേന്ദ്രമോദി 2014 ഭരണത്തിലേറിയ ശേഷം മാത്രമാണ്. ഇവിടെ പറയുന്നത് കിഫ്ബിയാണ്. കിഫ്ബി പറയുന്നത് ഹൈവേ ഭാരതത്തിലുടനീളം ഭാരത് മാല പദ്ധതി പ്രകാരം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന അതിവിപുലമായ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നു. അതുമാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാണാനുള്ളത് അത് തന്നെയാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിലെ കിഫ്ബിക്ക് വേണ്ടി അല്ലെങ്കിൽ കേരള സർക്കാർ വാങ്ങിയ ലോൺ അത് വലിയൊരു കൊള്ളയാണ്. നമ്മുടെ കേരളത്തിലെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ മോഡലാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതേ സംവിധാനമുണ്ട്. പറയട്ടെ ചേട്ടാ, വികസനത്തിന് വായ്പ എടുക്കാറുണ്ട്. അതിന് എവിടെ നിന്ന് വായ്പ എടുക്കാം, എങ്ങനെ തിരിച്ചടവ്, അതൊക്കെ നോക്കണം. 0.5% പലിശക്ക് ജപ്പാൻ എവിടെയും അന്താരാഷ്ട്ര ഏജൻസികളുണ്ട്. ഭാരതത്തിൽ തന്നെ ഇന്ത്യയുടെ നബാർഡ് 2% പലിശക്ക് ലോൺ കൊടുക്കുമ്പോൾ നബാർഡുണ്ടല്ലോ 2% പലിശക്ക് നബാർഡ് ലോൺ കൊടുക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന്. എന്തുകൊണ്ട് 9.7 കോടി രൂപയ്ക്ക് ലോൺ എടുത്തു എന്നത് ദുരൂഹതയാണ്. അല്ലല്ല, ഇത് പറഞ്ഞില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, ഈ കിഫ്ബിയുടെ ലോൺ അടക്കേണ്ടത് 15 വർഷം. അപ്പൊ 10 വർഷം സുഖമായി ഒരു തിരിച്ചടവും വേണ്ടാതെ പോവുകയാണ്. അപ്പൊ കടം വാങ്ങി ചെലവഴിക്കാൻ ആർക്കും സാധിക്കും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൂടാതെ മെഡിക്കൽ കോളേജിന്റെ കാര്യം രണ്ടുപേരും ഇവിടെ ആവർത്തിച്ച് ഉന്നയിക്കുന്ന വലിയ ഊറ്റങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് ജില്ല മാത്രമാണ് ഒരു ചികിത്സാ രംഗത്ത് സൗകര്യമില്ലാത്തൊരു മെഡിക്കൽ കോളേജ്. ഇവിടെ ഒരു പനി വന്നാൽ, ഞാൻ പനി വന്നപ്പോൾ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത് മംഗലാപുരത്തേക്കാണ്. നമ്മുടെ പിണറായി വിജയൻ ചികിത്സിക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റലും പോകാറ് അദ്ദേഹത്തിന് വിശ്വാസമില്ല. എല്ലാവരും, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നാട്ടുകാർ എല്ലാവരും ചികിത്സയ്ക്ക് വേണ്ടി ചെറിയൊരു പനി വന്നാൽ പോലും പോകേണ്ടി വരുന്നത് മംഗലാപുരത്തേക്കാണ്. ഈ രണ്ടു കൂട്ടം 2013 ഉദ്ഘാടനം ചെയ്ത 2014 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജ് ഇന്നുവരെ ഒരാളെ പോലും ചികിത്സിക്കാൻ സാധിച്ചിട്ടില്ല.
മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് 10 കൊല്ലം മുമ്പ് തറയിട്ടാൽ മെഡിക്കൽ കോളേജ് ആവുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ തറക്കല്ലിട്ടിട്ടുള്ള ഒരുപാട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ പാലക്കാടും ഇടുക്കിയിലും കോഴ്സ് കഴിഞ്ഞ് അവിടുന്ന് ഡോക്ടർമാർ പുറത്തിറങ്ങി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജ് മാത്രമാണ് ഇന്ന് OP മാത്രം തുടങ്ങിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്ക BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എയിംസ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനം മാത്രമല്ല കേന്ദ്ര സർവകലാശാലയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ട് അത്രയേറെ വ്യാകുലപ്പെടുന്ന BJPയുടെ നേതൃത്വം കേന്ദ്ര സർവകലാശാല ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ 10 വർഷമാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കാലത്താണ് ഇവിടെ വികസനം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ രൂപയുടെ നിരക്ക് ഡോളറിനേക്കാൾ 100 രൂപയിലെത്താൻ പോവുകയാണ്. ഇതാണ് വികസനത്തിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് PR വർക്കുകളുടെ കാലഘട്ടം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക. ഇപ്പോൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. സാധാരണ എല്ലാ വിഷയങ്ങളിലും ആരോപണം ഉണ്ടാവുക എങ്ങനെയാണ്? സർക്കാരിനെതിരെ, അതായത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെയൊക്കെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഈ വയനാട് പുനരധിവാസ ഫണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരെ ഒരു ആരോപണം ഇവരുന്നയിച്ചു. അതിനെ എങ്ങനെ അതിജീവിക്കും ഈ തെരഞ്ഞെടുപ്പ്? കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞു 5,38,00,000 രൂപ ആപ്പ് വഴി പിരിച്ചിട്ടുണ്ട്. ആപ്പ് വഴി പിരിച്ച തുകയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് സമയബന്ധിതമായി വീടുകൾ പണിതു കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ഇനി ഒരു ഫണ്ട് സമാഹരണം ഉണ്ടാവില്ല. നേതൃത്വം കമ്മിറ്റിയിൽ നിന്ന് KPCCയിൽ നിന്നും AICCയിൽ നിന്നും തുക വിലയിരുത്തി 6 മാസത്തിനകം ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റു പലരുടെയും വീഴ്ചകൾ മറക്കാനാണ്. ഇപ്പോൾ സർക്കാർ കൊടുത്ത വീടുകൾ, ആ സർക്കാർ കൊടുത്ത വീടുകളിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഒരാൾ കയറി കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വീഴ്ചകൾ മറക്കാൻ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നിലപാട് മാത്രമാണ്. കോൺഗ്രസ് അതിനകത്ത് കൃത്യമായ നിലപാടും കൃത്യമായി കണക്കുകളും കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിൻ്റെ ഉടമകൾ തന്നെ പറഞ്ഞു ഇത്രയാണ് തുക വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സൈബർ ഹാൻഡിലുകളിൽ നിന്നും മറ്റും നുണപ്രചരണങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസിന് പ്രതിരോധം. പക്ഷേ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വന്നത് പ്രതിപക്ഷ നേതാവ് വീട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ KPCC പ്രസിഡന്റ് വീട് പണി ആരംഭിക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വീട് പണി ആരംഭിച്ചു എന്ന് പറയുമ്പോൾ വീട് പണി ആരംഭിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുക? വീട് പണി ആരംഭിച്ചു എന്നല്ലല്ലോ പറഞ്ഞത്. വീട് പ്ലാനിങ് തുടങ്ങി അതിന്റെ തറക്കല്ലിട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് KPCC പ്രസിഡന്റും പറഞ്ഞത്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. അല്ല, 500 കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. 700 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്. എന്നിട്ടും ഇവിടെ സേവാഭാരതി 24 വീട് വെച്ചു കൊടുത്തു, താമസം തുടങ്ങി. മുഖ്യമന്ത്രി കൊടുത്തത് ചാവി മാത്രമാണ്. അവിടെ ഒന്നും ആയിട്ടില്ല, ഒരു സൗകര്യമില്ല. ചാവി കൊടുത്തത് ഇത് PR വർക്കിന് വേണ്ടി ചാവി കൊടുത്താൽ അവിടെ താമസിക്കാൻ പറ്റില്ല. സാജിദിനും നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഞാൻ വേലായുധൻ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് ആ വയനാട് ടൗൺഷിപ്പിലേക്ക് ഒന്ന് നേരിട്ട് പോകാം. 3 പേര് നേരിട്ട് പറയുന്നത്. ഞാൻ വയനാട്ടിൽ സ്ഥിരമായി പരിപാടിക്ക് പോകുന്ന, അപ്പൊ അതുകൊണ്ട് വയനാട്ടിലേക്ക് പോകാം. വെറുതെ പച്ചക്കള്ളം പറയാൻ വേണ്ടി പാടില്ല. ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി 174 വീടുകൾ 1ാം ഘട്ടത്തിൽ കൈമാറി 242 വീടുകളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. 2 മാസത്തിനുള്ളിൽ എല്ലാ വീടുകളും പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെറുതെ ഇങ്ങനെ പച്ചക്കള്ളം പറയുകയാണ്. 5,34,00,000 രൂപയാണ് ഞങ്ങൾ പിരിച്ചതെന്ന് അപ്പോഴാ പറഞ്ഞത്. എത്ര കാലമായി പൈസ
ഞങ്ങളെ ടൗൺഷിപ്പാണെന്നാണ് ഇവർ പറയുന്നത്. 150 കോടി രൂപയാണ് പിരിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ. ഒരു പ്രവാസി മുതലാളിയിൽ നിന്ന് മാത്രം 64 ലക്ഷം രൂപ കിട്ടി. അതായത് 64 ലക്ഷം രൂപ 200 കോടി മലപ്പുറത്തെ 2 പ്രവാസികൾക്ക് മാത്രം ആ പൈസക്ക് ഇപ്പൊ നിർത്തലാക്കി. ആ പൈസ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാണ്. രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 3 കോടി 40 ലക്ഷം രൂപ സ്ഥലം എടുത്തത്. ആന പോകുന്ന സ്ഥലം, വന്യമൃഗങ്ങൾ പോകുന്ന സ്ഥലം എടുത്തത് ജനങ്ങളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ആരോപണം ഉന്നയിച്ച് നിൽക്കാതെ ഒരു പരാതി കൊടുത്തിട്ട് ഇവരുടെ ആപ്പിൽ പിരിച്ചെടുത്ത പൈസ എത്രയാണെന്ന് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മേലേ? എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത്? ജനങ്ങൾക്കെല്ലാം അറിയാലോ. ഇവർ ഈ പൈസ 150 കോടി രൂപ പിരിച്ച പൈസയിൽ നിന്ന് 5 കോടി 34 ലക്ഷം രൂപ കിട്ടിയെന്നും ബാക്കി പൈസ മുഴുവൻ ഞങ്ങൾ സ്ഥലത്തിന് വാങ്ങി, ഇനി ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഇനി ഞങ്ങൾ വീണ്ടും പിരിച്ച് വീട് കെട്ടുമെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ വാക്ക് ജനങ്ങൾ വിശ്വസിക്കൂല. ശ്രുതിയെ പിടിക്കുമെന്ന് ഈ പറയുന്ന പറഞ്ഞ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ട്. വീഡിയോ നിർമ്മിച്ചു നൽകും. 6 മാസത്തിനകം നിർമ്മിച്ചു നൽകും. നിർമ്മിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 6 മാസത്തിനുള്ളിൽ നിർമ്മിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക്, ചില ചോദ്യങ്ങളിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഇടവേളയ്ക്ക് പോകണം. ഉണ്ട് മൈക്കുണ്ട്, ഒരു കുഴപ്പമില്ല. ചോദിച്ചോ, ഇതിൽ പിടിച്ചു ചോദിച്ചോ. ആരോടാ ചോദിക്കുന്നത്? ഷാജിദ് ഇപ്പോൾ സംസാരിച്ചത് പിന്നെ ഈ വയനാടിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ തയ്യാറല്ല. കാരണം അവർ 44 വീട് കെട്ടിക്കൊടുത്തു, അവർ അന്തസ് കാണിച്ചു. 150 കോടിയും പിരിച്ചിട്ട് ഈ ജനങ്ങൾ ഇങ്ങനെ വിട്ടികളാക്കലുണ്ട്. നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ചാനൽ കാണുന്നതാണ്, നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? 150 കോടി രൂപയാണ് ഇവർ പിരിച്ചത്. ആപ്പേ കാണുന്നില്ല. അത്രയും പിരിച്ചോ? ആപ്പേ കാണുന്നില്ല. പിന്നെ ഈ കേരളത്തിനകത്തുള്ള CPM കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. 5 കോടി രൂപയാണ് ഇവർ പിരിച്ചെടുത്തത്. ആരോട് പറയുന്നത്? മറ്റൊന്ന് ഡീലിങ്സിന്റെ കാര്യം പറഞ്ഞു. ജില്ലക്കകത്ത് ഡീലിങ്സ് ഇവരാണ്. പൈവളിക പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലും 2 സ്ഥലത്തും ഇവരല്ലേ ഡീലിംഗ്. CPM എവിടെയെങ്കിലും ഡീലിംഗ് എടുത്തു, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി എവിടെയെങ്കിലും ഡീലിംഗ് എടുത്തു? അതിനുള്ള മറുപടിയിലേക്ക് മൈക്കെടുത്തിട്ട് പറയും. ഡീല് ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിൽ മത്സരിക്കുന്ന മുഴുവൻ ഡീൽ വരെ അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മത്സരം. NDA മുന്നണിയും തമ്മിലാണ്. ആരൊക്കെ മറച്ചു പിടിച്ചാലും ആരൊക്കെ എതിർത്താലും എന്ത് കള്ളത്തരം പറഞ്ഞാലും കേരളത്തിലെ മത്സരം NDA മുന്നണിയും തമ്മിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഡീല് എന്ന് വെച്ചാൽ കാസർഗോഡ് അല്ലെ മഞ്ചേശ്വരത്തെ ഡീല് തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ട് 10 വർഷം അല്ലെ 15 വർഷം തീരുമാനിക്കുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ 2 LDF-നെയും UDF-യും. നിങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട്, ബാക്കി തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി, പോണ്ടിച്ചേരിയിൽ ഇന്ത്യ മുന്നണി, ആസാമിൽ ഇന്ത്യ മുന്നണി, ബംഗാളിൽ ഇന്ത്യ മുന്നണി, നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലും ഒരു മുന്നണിയായിട്ട് മത്സരിക്കാൻ ചങ്കൂറ്റമുണ്ടോ? അതാണ് ഞങ്ങൾ ഈ ഡീല്. നിങ്ങൾ തമ്മിലുള്ള ഡീല് എല്ലായിടത്തും ഉണ്ട്. നേമത്തുണ്ട്, കാട്ടാക്കടയുണ്ട്. BJP ജയിക്കുന്നിടത്തൊക്കെ ഇവർ തമ്മിൽ ഡീലുകളുണ്ട്. എല്ലായിടത്തും ഡീലുകളുണ്ട്. ഡീല് പ്രത്യക്ഷ വാക്കുകളിൽ ഡീൽ എന്ന് പറഞ്ഞാൽ മതി. എന്ത് ഡീലാണ്? ഈ കേരളത്തിന്റെ BJP-യുടെ UDF-ന്റെ ഡീലിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇപ്പോൾ എവിടുന്നാ തുടങ്ങിയത്? KG മാരാർ മത്സരിക്കുമ്പോ തുടങ്ങിയതാണ്. ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചത്? കോൺഗ്രസിന്റെ 85,000 വോട്ട്, കെ മുരളീധരന് കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് മറിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത്. 85,000 വോട്ട്. ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റത്തൂർ പഞ്ചായത്ത് ജനങ്ങൾക്കറിയാം. അല്ല, അത് പറയുന്നത് ഇവർ പറയുന്നത് നിങ്ങളുടെ വോട്ടാവല്ലാതെ കുറഞ്ഞതെന്നാണ്. ഞങ്ങളുടെ വോട്ട് എവിടെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ വോട്ടുകൾ കെ മുരളീധരന് കിട്ടേണ്ട കൃത്യമായ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റ് കോൺഗ്രസ് മറ്റ് അനുഭാവി
വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് കുറഞ്ഞു. ചില സാഹചര്യങ്ങളിൽ കുറഞ്ഞു. അത് കുറയാൻ സാഹചര്യം ഉണ്ടാക്കിയത് പൂരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 25 വർഷം മുമ്പേ CPM 45,000 വോട്ടുണ്ട്. അതെങ്ങനെ കുറഞ്ഞു വരുന്നത് എങ്ങനെയാ? എത്രയാണ് LDFന്റെ മഞ്ചേശ്വരത്തെ വോട്ട്? അത് മുഴുവൻ ചെയ്യുമോ? അത് മുഴുവൻ കിട്ടുമോ? അവിടെയാണ് ഡീല്. അവിടെയാണ് ഈ വിഷയത്തിലൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിൽ അവർക്ക് എന്തോ കൗണ്ടർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് തരാം ചോദ്യം. വേലായുധേട്ടനോടാണ്. ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത യോഗത്തിനകത്ത് BJP ആളെ പോയിട്ട് കൗൺസിലറായി തെരഞ്ഞെടുത്ത ആള് ആ യോഗത്തിനകത്തേക്ക് പോകുന്നില്ല. പിന്നീട് യോഗത്തിനകത്ത് പോയി നിലപാടെടുത്തത് UDFന് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഡീല് എന്ന് പറയുന്ന സമയത്ത് BJPയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് നിലവിൽ ഭരിക്കുന്നത് എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്? രണ്ടാമത്തെ ചോദ്യം ഒന്ന്, പിന്നെ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വല്ലാണ്ട് കണ്ണീരൊഴുക്കുന്ന BJP കേരളത്തിനകത്ത് പ്രധാനമന്ത്രി വന്ന് കുറെ കണ്ണീരൊക്കെ ഒഴുക്കിപ്പോയി. പക്ഷേ കേരളത്തിനകത്തേക്ക് എന്ത് ധനസഹായമാണ് BJP നൽകിയിട്ടുള്ളത്? രണ്ട് ചോദ്യത്തിനും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഗ്രാമപഞ്ചായത്തിലെ ഭരണവും ആദ്യം പഞ്ചായത്ത് രാജിലെ ഒരു പുസ്തകമുണ്ട്, വലിയ പുസ്തകം. പഞ്ചായത്ത് രാജിലെ നിയമം, പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് കടന്നാൽ അവിടെ രാഷ്ട്രീയം, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അവിടെ രാഷ്ട്രീയമില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. 14 LDFകാരുടെ കൂടെ ഞാൻ 5 വർഷം മെമ്പറായിട്ട് പ്രവർത്തിച്ചതാണ്. അവിടെ ഭരണസമിതിയാണ്, 15 പേരും ഭരണസമിതി അംഗങ്ങളാണ്. അവിടെ പ്രതിപക്ഷവും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരായി? CPM. വൈസ് പ്രസിഡന്റ് അസാധുവായതാണ് വോട്ട്. തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് കോൺഗ്രസിന് കൊടുത്തു. വൈസ് പ്രസിഡന്റ് വോട്ട് വൈസ് പ്രസിഡന്റ് മഴവിൽ സഖ്യം പുല്ലൂർ പഞ്ചായത്തിലെ മാറി വോട്ട് ചെയ്തു. എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യത്തിലേക്ക് ഒരു കാര്യം കൂടി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2366 കോടി രൂപ കൊടുത്തു. അത് തന്നെ അധികമാണ്. അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എത്ര കൊടുത്താലും കാണൂല. 10 വർഷം കൊണ്ട് 4.5 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. എവിടെ? ഞാൻ ചോദിക്കുന്നത് അതല്ല, വയനാട് വേറെ സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എടുത്ത സമീപനം വയനാടിന്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പരാതി. വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കൂ, അതിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. വയനാടിന് മാത്രമല്ല, ഈ കേരളത്തിൽ സർക്കാർ സംവിധാനം കോടി രൂപ കൊടുത്തു. ആ പണം എവിടെ? എന്നിട്ട് 6 ലക്ഷം കോടി രൂപ കടമാണ്. ഈ പണമൊക്കെ എവിടെ? ഈ പണം എവിടെ പോയി? 4.5 ലക്ഷം കോടി രൂപ കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് കോടി കൊടുത്തു എന്നുള്ള പച്ചക്കള്ളാണ് വേലായുധൻ. ഇതുവരെ ഒരു BJP നേതാവും ഒരു കേന്ദ്ര ഔദ്യോഗിക ഏജൻസിയും പറയാത്ത കാര്യമാണ് ഇപ്പൊ വേലായുധൻ പറയുന്നത്. പച്ചക്കള്ളം. വിവരാവകാശ നിയമമല്ല, ഔദ്യോഗികമായ എല്ലാ രേഖയും എടുത്ത് പരിശോധിക്കാം. ഇവിടെ BJPന്റെ നേതാവ് പഞ്ചായത്ത് രാജിനെ ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്റെ ചോദ്യം ഇതാണ്, ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമോ? BJP മത്സരിക്കുന്നുണ്ടല്ലോ. BJP മത്സരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും മത്സരിക്കുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി? പഞ്ചായത്ത് ഭരണം. അല്ല, അവരുദ്ദേശിക്കുന്നത് അകത്ത് മതിൽ കടന്നാ പിന്നെ എല്ലാവരും ഒന്നല്ലേ, പിന്നെ പഞ്ചായത്തിനകത്ത് പോയാൽ അവിടെ ചേട്ടാ ഭരണസമിതിയാണോ? എല്ലാവരും ഭരണസമിതി എന്നാ പറയുന്നത്? എന്താ പഞ്ചായത്തിലെ 21 അംഗങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ്. ഒരു ചോദ്യം UDFന്റെ പ്രതിനിധിയോടാണ്. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഇനിയും UDFനെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ, വയനാട് ദുരിതമുഖത്ത് ഇന്ന് 615 ദിവസമായി വയനാട് ദുരിതം നടന്നിട്ട്. 3-ാമത്തെ ദിവസമാണ് ഓഗസ്റ്റ് മാസം 2-ാം തീയതി 2024 രാഹുൽ ഗാന്ധി വന്നിട്ട് 100 വീട് കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞത്. ഓരോ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ ദുരിതമുഖത്തുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമല്ലേ സ്വീകരിച്ചത്? ഇത്രയും നാളായിട്ട്
ഒരു വീടിന്റെ തറക്കല്ലിട്ട് അവിടെ ഭൂമി കിട്ടാനുള്ള കഷ്ടപ്പാടൊക്കെയാണ് അവർ പറയുന്നത്. കഷ്ടപ്പാടായി. അത് മാത്രമല്ല ഞാൻ ഇവിടെ കോടിക്കണക്കിന് രൂപ പിരിച്ചു. ഇവിടെ പറഞ്ഞല്ലോ 5 കോടി ഉറുപ്പിക കോൺഗ്രസ് പിരിച്ചത്. 52 കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ DYFI ആക്രി പറക്കിയിട്ട് 20 കോടി ഉറുപ്പിക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. എന്നിട്ട് ഈ ദേശീയ പാർട്ടി പറയാ ഞങ്ങളാകെ 5 കോടി ഉറുപ്പിക പിരിച്ചിട്ട് അത് ഇപ്പൊ സ്ഥലമെടുക്കാൻ പോലും തേഞ്ഞില്ല എന്ന് പറയാം. നിങ്ങൾ ആരെ എങ്ങനെ കബളിപ്പിക്കുന്നത്? മറ്റൊരു ചോദ്യം ഇവിടെ പറഞ്ഞില്ലേ, ഈ ഡീലിന്റെ കാര്യം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് പൈവളിയെ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ വോട്ട് ചെയ്തത്? BJPയുടെ മെമ്പറാണ് പോയിട്ട് വോട്ട് ചെയ്യുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പറഞ്ഞു ആദ്യം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFിലെ പടലപ്പണക്കം കൊണ്ട് ചില മെമ്പർമാർ വന്നില്ല. അന്ന് BJPയുടെ മെമ്പർ വന്നില്ല. എനിക്ക് പഞ്ചായത്തിലെ വിഷയത്തിൽ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് UDFിന്റെ ചില മെമ്പർമാർ വന്നില്ല. കാരണം തർക്കാണ് ആരാ പ്രസിഡന്റ് ആവേണ്ടത് തർക്കം UDFില്. ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് അന്ന് BJP രണ്ടാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടന്നപ്പോ എന്താ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടന്നപ്പോ ഈ UDFിനെ സഹായിക്കാൻ ആര് നിന്നു? അവിടെ BJP. അവിടെ LDF 9 UDF 9 BJP 1 9 വിട്ട് നറുക്ക് വേണ്ടി പ്രസിഡന്റ് ആയത്. ഞങ്ങൾ ഒരാളുടെയും സഹായം ആവശ്യപ്പെട്ടില്ല. ഇത് പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് ചർച്ചയല്ല. ഇതിന്റെ കേരളത്തിലെ വികസന രാഷ്ട്രീയം കൂടെ നമുക്ക് എല്ലാത്തിനും ഉത്തരം ഉറപ്പായിട്ട് മേടിച്ചെടുക്കാൻ പറ്റില്ല. ഹലോ, എനിക്ക് പാർട്ടിയൊന്നുമില്ല. ഞാനൊരു ചോദ്യം 2014 ഉമ്മൻചാണ്ടി സർക്കാർ എനിക്കൊരു 3 സെന്റ് സ്ഥലം നീലേശ്വരത്ത് പതിച്ചു തന്നു. അത് വഴി കൂട്ടിയായിരുന്നു നടന്നു തന്നു. വഴി കൂട്ടിയായപ്പോൾ വഴിക്കാര് സ്റ്റേ കൊടുത്തു. പട്ടയം സ്വീകരിച്ചില്ല. ആ 3 സെന്റ് സ്ഥലം പട്ടയം എഴുതിത്തള്ളി. അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരൻ MLA-യുടെ അടുത്ത് ഞങ്ങൾ പോയി. അപ്പോൾ ഈ പറഞ്ഞ് ഈ 18 കുടുംബങ്ങളെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. 18 കുടുംബങ്ങളെയും കൂട്ടിയിട്ട് വരാൻ കഴിയാം. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യം കളക്ട്രേറ്റിൽ പോയി. 3 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് 2014 ഞങ്ങൾക്ക് തന്ന സ്ഥലം ഞങ്ങൾക്കില്ല. ഇത്രയും കാലമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയുടെ പേരിൽ തരാമെന്ന് പറഞ്ഞു. അത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു. ഒരു സാധനം 1 സെന്റ് സ്ഥലം പോലും ഇല്ല. എത്രയോ വർഷമായിട്ട് ഞാൻ പറയാൻ വന്നത് LDFിന്റെ കാപട്യത്തിന്റെയും വഞ്ചനയുടെയും അല്ല ആരായാലും LDFും UDFും ഒന്നു തന്നെയാണ്. ഇവിടെ അവരുടെയൊക്കെ കാപട്യത്തിന്റെ ചിത്രമാണ്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ പാർട്ടി ഇല്ല. പാർട്ടിയുടെ കാര്യമല്ല കാസർഗോഡ് ജില്ലയ്ക്ക് റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു. ഇത് കാസർഗോഡ് ജില്ലയ്ക്ക് സ്ഥലമുണ്ട്. ശേഷം ഞങ്ങൾ ചന്ദ്രശേഖരൻ MLA പോയി കണ്ടപ്പോൾ വീട് അനുവദിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. വീട് കിട്ടേണ്ട ആൾ ഈ വിഷയം കാസർഗോഡ് ജില്ലയിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. അദ്ദേഹം ഈ മണ്ഡലത്തിലെ 3 വട്ടം MLA ആണ്. അദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് ഈ സാധാരണക്കാരൻ ഒരു തരി ഭൂമിയിലായിരിക്കുന്നത്. 2015 UDFിന്റെ കാലത്താണ് 3 സെന്റ് 10 വർഷം ഭരിച്ചില്ലേ? പിന്നീട് പിന്നെ 10 വർഷം മറുപടി പറയട്ടെ. 3 സെന്റ് ഭൂമി എന്ന് പറഞ്ഞ് മനുഷ്യൻ സഞ്ചരിക്കാത്ത പല ഭൂമിയും പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെ ഒരു കാട്ടിനകത്ത് ഒരു 25 പേർക്ക് അളന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. 25 പേർക്ക്. ആ ഭൂമി ആർക്കെന്ന് പോലും അറിയില്ല. എവിടെയുള്ള ആളുകൾക്കെന്ന് അറിയില്ല. അത് ഉമ്മൻചാണ്ടി സർക്കാർ 3 സെന്റിൽ വീട് കെട്ടാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അത് സർക്കാരിന് ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഈ ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതി വർഷമായിട്ടും അത് അറിയില്ല. എന്താണെന്നുള്ള വിഷയം അറിയില്ല. ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. അത് പുതിയൊരു കേസാണ്. എന്താണ് വർഷമായിട്ട് എന്താ പരിഹരിക്കാത്തത്? 10 വർഷമായിട്ട് എന്താ പരിഹരിക്കാത്തത്? ചോദ്യം അതറിയില്ലല്ലോ. പരിഹരിക്കണമെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരും. എന്റെ ഫാമിലിക്ക് 10 ആൾക്ക് കൊടുത്തിട്ടുണ്ട് 3 സെന്റ് സ്ഥലം. അത് നല്ല ഫ്ലോട്ട് സ്ഥലമാണ്. മടിക്ക് അമ്പലത്തര ഒരു ഫാമിലിക്ക് എന്റെ ബന്ധു ഫാമിലിക്ക് 10 ആൾ കിട്ടിയിട്ടുണ്ട്. 10 ആൾ കിട്ടിയിട്ടുണ്ട് ഫാമിലി. അല്ല, അതൊരു ഫാമിലിയിൽ 10 ആളുകൾ അതിന് അർഹരായിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും. അത് ഒരാളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? അത് ആയിക്കോട്ടെ, 10 ആളുകൾ ആ വീട്ടിൽ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ അതിന് അർഹമാണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ കാട് അടച്ച് വഴി നടക്കാത്ത സ്ഥലം, കാട്
ഈ സംസ്ഥാനത്തിനകത്ത് ഉമ്മൻചാണ്ടി 3 സെന്റ് ഭൂമി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം LDF കിട്ടിയില്ലല്ലോ. കിട്ടില്ല. ഓക്കെ, റൈറ്റ്. നമുക്ക് കൂടുതൽ വിഷയങ്ങളുണ്ട്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ തുടരുകയാണ്. അതിനുശേഷം വീണ്ടും അവരിലേക്ക് പോകാം. ചോദിച്ചു ആരോട്? എനിക്ക് LDFിൻ്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. സർ, 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ നെട്ടിക്കുന്ന ഒരു കൊലപാതകം നടന്നിരുന്നു. 2 കൊലപാതകം പാലക്കാട് 2 കൊലപാതകം നടന്നിരുന്നു. ഒരു SDPI പ്രവർത്തകനെ കൊലപ്പെടുത്തി, മറ്റൊരു ഭാഗം RSSൻ്റെ പ്രവർത്തകനെ കൊലപ്പെടുത്തി. പക്ഷേ ഈ 2 കൊലപാതകത്തിൻ്റെയും പ്രതികൾ ഇന്നും സെല്ലിൽ തന്നെയുണ്ട്. പക്ഷേ SDPI പ്രവർത്തകനെ കൊലപ്പെടുത്തിയ പ്രവർത്തകരുടെ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല. ആ സമയത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ പ്രതികളെ നേരെ കുറ്റപത്രം സമർപ്പിക്കുകയും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോരായ്മയല്ല സാറേ? അതിന് കൃത്യമായ മറുപടി ഒന്ന് തരണം. രണ്ടാമത്, നമ്മുടെ കാഞ്ഞങ്ങാടിലെ അമ്മിങ്കുഞ്ഞു ഹോസ്പിറ്റൽ കൃത്യം 8 മണിക്ക് ശേഷം നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫാർമസി ഓപ്പൺ ആക്കുന്നില്ല. ഒരു കുട്ടിക്ക് വേദന കൊണ്ട് പൊളിയുന്നുണ്ടെങ്കിൽ രാവിലെ വരണം മരുന്നിന് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കാഞ്ഞങ്ങാട് അമ്മിങ്കുഞ്ഞു ഹോസ്പിറ്റലുണ്ട്. പ്രിയപ്പെട്ട പ്രതിനിധിയോട് ചോദിക്കുന്നത്. 2 ചോദ്യങ്ങൾ. ഇവിടെ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചുള്ള ചില വ്യക്തിപരമായ വിമർശനങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. SDPI പ്രവർത്തകൻ്റെ RSS പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ ഒരാളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളതാണ്. അത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലന രംഗത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം മേടിച്ച സംസ്ഥാനമാണ് ഈ കേരളം. അല്ല, ഞാൻ പറയട്ടെ. ആ സംസ്ഥാനം കേരളം. ആ സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ പിടിക്കപ്പെടാത്ത എത്രയോ കേസുകൾ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിടിക്കപ്പെടാത്ത എത്രയോ കേസുകൾ ഈ കേരളത്തിനകത്ത് പോലീസ് വളരെ സമർത്ഥമായി തന്നെ പിടിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതെല്ലാം വർഗീയമായ ചില അഭിപ്രായങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ അതിനെ സമർത്ഥിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കേരളത്തിലെ പോലീസ് ക്രിമിനൽ മേഖലയിൽ, അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും മികച്ച നിലയിലുള്ള കുറ്റാന്വേഷണ രംഗത്ത് മികച്ച പോലീസാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ, ഒറ്റപ്പെട്ട നിലയിലുള്ള ചില സംഭവങ്ങൾ. അമ്മയും കുഞ്ഞും ആശുപത്രി ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലത്താണ് തുടങ്ങിയത്. പഴയ ജില്ലാ ആശുപത്രിയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞുവല്ലോ, പനി വന്നാൽ വേലായുധൻ സാജിദും പോകുന്നത് ഇടത്തേക്കാണ്, മംഗലാപുരത്തേക്കാണ്. അല്ല, സാജിദല്ല, സോറി, പിന്നെ വേലായുധൻ പറഞ്ഞുവല്ലോ. വേലായുധൻ്റെ അസഹിഷ്ണുത കൊണ്ടാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പോകാതിരിക്കുന്നത്. ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് മേടിക്കുന്ന ആളാണ്. വേലായുധൻ പറഞ്ഞുവല്ലോ, അടിസ്ഥാനപരമായി കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് സൗകര്യം ഉൾപ്പെടെയുണ്ട്. കാത്ത് ലാബ് എത്രയോ ആളുകൾക്ക് ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രിയാണ്. ഈ 10 കൊല്ലക്കാലം കൊണ്ട് ഡോക്ടറുണ്ട്, അതോടൊപ്പം മരുന്നുകളുണ്ട്, OP സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട് കേരളത്തിൽ. ഉത്തർപ്രദേശിൽ എന്താ സ്ഥിതി? ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, ഡോക്ടറും ഇല്ല, രോഗിയും ഇല്ല, അവസാനം ഗർഭിണിയെ പുറത്ത് കിടത്തുന്ന ഫോട്ടോ ഇന്നത്തെ പത്രത്തിലുണ്ട്. അതാദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സഖാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ പ്രതികളായ SDPയിലെ 1-ാം പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റോടാണ്. അതവിടെ നിൽക്കട്ടെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പക്ഷപാതപരമായ നിലപാടാണെന്ന് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. BJP പ്രവർത്തകർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഇവിടെ ഇപ്പോൾ ചോദിച്ചത്, അമ്മയും കുഞ്ഞു ഹോസ്പിറ്റലിനെതിരെ 9 സമരങ്ങൾ BJP നടത്തി. ഇന്നും ആർക്കും പോവാം. അവിടെ ഒരു അമ്മയ്ക്കും ഒരു കുഞ്ഞിനും ഒരു ചികിത്സയും കിട്ടുന്നില്ല. ഇത് മാത്രം, ഇത് കേരളത്തിലുടനീളമുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ സാധാരണക്കാരന് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തിന് എന്താ ചോദ്യമുണ്ട്? മതനിരപേക്ഷതയിൽ ഊന്നൽ കൊള്ളുന്ന ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയ പരാമർശം നടത്തി. സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ, CM-ൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ പോയിട്ടാണ് വർഗീയ പരാമർശം നടത്തിയത്. അതിന് ഇതുവരെയായും ആ സമയത്തോ അതിന് തുടർന്നോ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ
പിണറായി വിജയൻ്റെ കാറിൽ കയറിയിട്ടൊന്നും ഈ പരാമർശമൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം പൊതുവേ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ഈ പരാമർശം. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മതനിരപേക്ഷ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദ മാഷ് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി കറക്റ്റായിട്ട് പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അല്ലാണ്ട് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശ കാറിൽ കയറ്റി എന്താ തെറ്റ്? ഒരാള് നടന്നു പോകുമ്പോ എന്താ പറ്റില്ലേ? അതായത് എത്ര ആളുകളെ നിങ്ങൾ ഒരു കൊലപാതകളെയും വൻകിട മാഫിയകളെയും കാറിൽ കയറ്റി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഔദ്യോഗികമായി വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്? അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ആര് പറഞ്ഞു? ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് കൃത്യമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാർ അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPM-ന്റെ ഏത് നേതാവാണ് അതിനകത്ത് അഭിപ്രായം പറഞ്ഞത്? നിങ്ങൾ രമേശ് ചെന്നിത്തല KC ഈ രണ്ട് നേതാക്കന്മാർ ഉന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ ഈ കാര്യത്തിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്നുള്ള അഭിപ്രായമേ പറയണ്ടു. ആകെ തള്ളിപ്പറയേണ്ട കാര്യം എന്താ? അത് പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ എല്ലായ്പ്പോഴും CPM-നെ പിന്തുണയ്ക്കുകയാണ്. അത് പറഞ്ഞിട്ടില്ലല്ലോ. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഈ കേരളത്തിലേക്ക് പരമാവധി ചോദ്യങ്ങളിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും വിഷയങ്ങളും ചോദിച്ചോ. ഹലോ, എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. കോൺഗ്രസ് 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കേരളത്തിനകത്ത് പറയുകയാണ്, കേരളത്തിൽ വന്ന് പറയാണ് ഈ തെലങ്കാനക്കകത്ത് 2500 രൂപ പെൻഷൻ ഓരോ വനിതകൾക്കും ഓരോ കുടുംബത്തിലും കൊടുക്കുന്നതാണ് രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞത്. അവിടെ ഇന്ദിരാ ഗ്യാരണ്ടി ആക്ടിൻ്റെ ഭാഗമായിട്ട് 6 ഇന്ദിരാ ഗ്യാരണ്ടി ആക്ടുകളിൽ ഒന്ന് 2500 രൂപ പെൻഷൻ എന്നാണ്. അതേ രേവന്ത് റെഡ്ഡി ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ 3000 രൂപ പെൻഷൻ കേരളത്തിനകത്ത് കൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് 2 വർഷവും 1 മാസമായി തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെൻറ് വന്ന് 2500 പോയിട്ട് 1 രൂപ പോലും അവിടുത്തെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ല. 3000 രൂപ പെൻഷൻ വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമാകുമോ എന്നാണ് അറിയാം. സാജിദ്, അതിന് മറുപടി. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ നാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടത്തിൽ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണത്. അല്ല, പക്ഷേ അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് അത് രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചിരുന്നു, തെലങ്കാനയിൽ പ്രഖ്യാപിച്ചിരുന്നു, കർണാടകയിൽ പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിൽ നിങ്ങളല്ലല്ലോ തോൽപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നു, ഈ തെലങ്കാനയിൽ ഇത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്ന സുഹൃത്തിനോട് ഇതേ രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ ക്ഷണിച്ചു തെലങ്കാനയിലേക്ക്, എന്റെ തെലങ്കാനയിലേക്ക് കടന്നു വരും, അവിടെ പദ്ധതി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത്. ചോദിച്ചോ ആരോടാ നേരത്തെ വേലായുധേട്ടൻ പറഞ്ഞു എനിക്ക് പനി വന്നാലും ഞാനും എൻ്റെ കുടുംബവും മംഗലാരം പോണെന്ന്. വേലായുധേട്ടനോട് ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, നിങ്ങൾ മടിക്കി പഞ്ചായത്തിന് മെമ്പറായിരുന്നു. നിങ്ങൾ വീടുന്ന് കൊടവലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നാൽ മാവുങ്കാലി ഒരു ആനന്ദാശ്രമത്തെ ഒരു PHC ഉണ്ട്. അത് വൈകുന്നേരം വരെയും ഒരു PHC ആണ്. നല്ല മെഡിക്കൽ ഓഫീസർ ഉണ്ട്, നല്ല ഡോക്ടർ ഉണ്ട്, ഒന്ന് കാണിക്കാൻ പോകണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടോ, 2016 മുമ്പ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്കകത്ത് നിങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞേ. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് 2016 ശേഷം കാർഡിയോളജി വിഭാഗം വന്നു, ന്യൂറോളജിയിൽ OP തുടങ്ങി, ഡയാലിസിസ് സെന്റർ തുടങ്ങി. നിങ്ങൾ ചെയ്തേ എങ്ങനെ വന്നു? പറയട്ടെ ഒന്നുകൂടി ഉണ്ട്. UDF ചെയ്ത കാര്യം എന്താ അറിയോ? ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുമ്പോ ആളുകൾ പാലിയേറ്റീവ് ഇതുണ്ട്, വാർഡുണ്ട്. ആ വാർഡിനകത്ത് പൂട്ടാൻ പോയതാണ്. അന്ന് DYFIയുടെ പ്രതിരോധവും പ്രതിഷേധവും കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങൾ കല്ലിടുന്ന കാര്യം പറഞ്ഞു. എന്റെ മുഖ്യമന്ത്രി
എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം വന്നാലും അദ്ദേഹം പോകുന്നത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക്. അല്ല, ചെറിയൊരു അസുഖമൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് ചെറിയ അസുഖമൊന്നും ഒരു കൊച്ചുകുഞ്ഞിന്റെ കൈ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക, ഒരു സ്ത്രീയുടെ വയറ്റിൽ തുണി, ഇതൊക്കെ ആര് വിശ്വസിച്ചു പോകും? മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. കഴിഞ്ഞില്ല. അല്ല, പെട്ടെന്ന് മറ്റൊരു ചോദ്യം അവസാനിപ്പിച്ചു. മറ്റൊരു മെഡിക്കൽ കോളേജിൽ കോടി രൂപ 18,000 നാഷണൽ ഹെൽത്ത് മിഷൻ കൊടുത്ത ഫണ്ട് എങ്ങനെ നാഷണൽ ഹെൽത്ത് മിഷൻ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അല്ല, അപ്പൊ നമുക്ക് തർക്കിച്ചു ഇതിലൂടെ അതായത് ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ നമ്മുടെ PHC-കളിലേക്കും നമ്മുടെ CHC-കളിലേക്കും ഒഴുകിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് എന്റെ സുഹൃത്ത് ചോദിച്ച പോലെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പുതിയ 2016 ശേഷം വന്നു 3 കാലഘട്ടങ്ങളിൽ. ഓരോ കാലഘട്ടങ്ങളിലായി നമ്മുടെ നാട്ടിൽ വികസനം വരേണ്ടതുണ്ട്. അത് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. ഇത് വെറുതെ ഇങ്ങനെ വെറുതെ വേലായുധം പറയുന്നു ആരോഗ്യ മേഖലയിൽ മെച്ചമുണ്ട്. പക്ഷെ ഞങ്ങളെ ഫണ്ട് കൊണ്ടാണെന്നാണ് പറയുന്നത്. മെച്ചമുണ്ടെന്ന് സമ്മതിച്ചല്ലോ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ന്യായമായ വിഹിതം 245 കോടി രൂപ ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്നില്ല. ഈ പ്രാദേശിക വിഷയങ്ങളിൽ കാസർഗോട്ടെ ചർച്ച ഒതുങ്ങിയതിന് ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കാസർഗോഡ് പൊതുവെ പിന്നാക്കാവസ്ഥയുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് ഞാൻ മേഖലയിൽ ഈ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ അമേരിക്ക 5.6%. അത് ആദ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ ചർച്ച വളരെ സമാധാനപരമായിരുന്നു. പ്രാദേശികമായി വരേണ്ട വിഷയങ്ങൾ പരമാവധി വന്നു എന്ന് കരുതുന്നു. പരമാവധി പേർക്ക് അവസരം നൽകാൻ കഴിഞ്ഞു എന്നും നമ്മൾ കരുതുന്നു.